ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ അതിഥിയാണ് അന്ന. നമ്മുടെ അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷീജ പ്രകാശിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഷീജ ഇടയ്ക്ക് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാന്നിധ്യമാണ്. നമുക്ക് വനിതകൾക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ്. പോലീസുകാരി ആവണമെന്നായിരുന്നു ഷീജയുടെ വലിയ ആഗ്രഹം. പക്ഷേ ഓട്ടോ ഡ്രൈവറാണ്. എന്തായാലും രണ്ടും തന്നെയാണ്. പക്ഷേ എറണാകുളത്ത് വരെ അറിയപ്പെടുന്ന ശിങ്കാരിമേളം കലാകാരി കൂടിയാണ് ഷീജ. ഷീജയുടെ ഒരു കൊട്ടൊക്കെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്, രസകരവുമാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് നമ്മുടെ മീഡിയ വൺ ടീം ഷീജയെ പരിചയപ്പെടുന്നത്. എന്തായാലും ഷീജയുടെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി ഓട്ടോ ഏതാ പോണേ? ചേട്ടാ കളമശ്ശേരി ചേച്ചിയാണോ? എനിക്ക് ആ ഗ്ലാസ് കോളനി വരും. ചേച്ചി കുറെ നാളായോ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? 3 വർഷം കഴിഞ്ഞു. ആണോ? എവിടെ വീട്? എവിടെ? ഗ്ലാസ് ഫാക്ടറി. എനിക്ക് അവിടെ തന്നെ പോകുന്നത്. ഇഷ്ടം. ഞാൻ 2 വീലർ പഠിക്കാനാണ് തുടങ്ങിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മാഷ് 2 വീലറും 4 വീലറും പഠിക്കാൻ പറ്റും. അപ്പോൾ 3 ലൈസൻസ് എടുത്ത് ഇപ്പോൾ 9 വർഷമായി ലൈസൻസ് എടുത്തെങ്കിലും 2 വീലർ ഓടിച്ചിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ട് ഓടിച്ചത് 3 വീലറാണ്. ഹസ്ബൻഡിന് കുഴപ്പമില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു പോയി. എന്നാൽ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മോളെ നോക്കിയിട്ടോളും. അത് കാരണം കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് എനിക്ക് സ്കൂൾ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ 9 മണിക്ക് തുടങ്ങും. നേരത്തെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരു ഇലക്ട്രോണിക്സിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്തത് 18 വർഷം. അത് കഴിഞ്ഞപ്പോൾ മോള് ചെറുതായ കാരണം അങ്ങ് പോകണ്ടായില്ല. പിന്നെയാണ് ഈ ഫീൽഡിലോട്ട് വന്നത്. കുഴപ്പമില്ല. നമുക്ക് പിന്നെ ആണുങ്ങളെ പോലെ ഫുൾ ടൈം ഓടണില്ലല്ലോ. അതാണ് എന്തായാലും 10-600 രൂപ ഓടാൻ പറ്റുന്നുണ്ട്. ഹസ്ബൻഡ് ബിൽഡിങ്ങിന്റെ വർക്കാണ്. വൈകിട്ട് 7 മണി വരെ ഓടിക്കും. ഇല്ല, ഇന്ന് വരെ കുഴപ്പമില്ല. നമുക്ക് നല്ല സപ്പോർട്ടാണ് സ്റ്റാൻഡിൽ എല്ലാവരും. അത് കാരണം കുഴപ്പമൊന്നുമില്ല. ധൈര്യത്തോടെ ഓടിച്ചു പോകും. പിന്നെ ഇങ്ങനെ ഈ മൊത്തത്തിൽ ആളുകളുടെയൊക്കെ ഒരു ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണോ ചേച്ചി ഓട്ടോ ഓടിക്കുന്നതും ഫാമിലിയിലെ മറ്റ്? ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നപ്പോൾ എല്ലാവരും സ്റ്റാൻഡിൽ വരുമ്പോൾ പ്രായമുള്ള എല്ലാവരും പറയും എനിക്ക് ആ പെങ്കൊച്ചിൻ്റെ വണ്ടി കയറിയാൽ മതി, പെങ്കൊച്ചിൻ്റെ വണ്ടി കയറിയത്. അപ്പോൾ അവർ അന്ന ചേച്ചിയുടെ വണ്ടി കയറിക്കോളാൻ പറയും. അപ്പോൾ ഈ വണ്ടി ചെറുതാണ്. അപ്പോൾ ഈ കാലൊക്കെ അധികം വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഈ വണ്ടി കയറാനാണ് കൊടുക്കും. അപ്പോൾ എല്ലാവരും പറയാം ഫസ്റ്റ് പോയിക്കോട്ടെ, അതിനനുസരിച്ച് നിൽക്കണ്ടെന്ന് പറയും. നമുക്ക് പെണ്ണുങ്ങൾക്ക് അഭിമാനിക്കാം അല്ലേ? ഒത്തിരി ആളുകൾ ഇതുപോലെ സ്ത്രീകൾ ഓട്ടോ ഓടിക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ ചെറുപ്പത്തിലേ ഇങ്ങനെ ഈ സ്വയം എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? പോലീസ് ആവണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പോലീസിന്റെ കാക്കി ഇട്ടില്ലെങ്കിലും ഓട്ടോ കാക്കി ഇടാൻ പറ്റും. എന്നിട്ട് ശ്രമിച്ചില്ലായിരുന്നു പോലീസ് ആവാൻ? ഒരു CRPF പാസ്സായി, 3 കേരള പോലീസും പാസ്സായി. അപ്പം എൻ്റെ ഈ മുഖത്തിലൂടെ ഒരു പാടുണ്ട്. അപ്പം ആ പാട് വന്നപ്പോൾ മെഡിക്കൽ ചെക്കപ്പിൽ പോയത്. അതുവരെ പിന്നെ ഇനി ആകാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ മുഖത്തെ പാടുള്ള കാരണം സെലക്ട് ചെയ്തില്ല. ഇല്ല, പോലീസിലാകുമ്പോൾ നമ്മൾ കാണണ വശങ്ങളിൽ പാടുകൾ പാടില്ല. അത് കാരണം പിന്നെ ആ ഒരു ആഗ്രഹം നിർത്തി വെച്ചു. എന്താണെങ്കിലും ആ കാക്കി ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും അഭിമാനത്തോടെ ഈ കാക്കി മുന്നോട്ട് പോകും അല്ലേ? ശരി. പിന്നെ വേറെന്തെങ്കിലും എന്തൊക്കെ എന്തെങ്കിലും കഴിവുണ്ട്? അതായത് എന്തെങ്കിലും പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? അതായത് വേറെന്തെങ്കിലും കഴിവുകളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് ശിങ്കാരിമേളം ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. കുടുംബശ്രീയുടെ എന്തെങ്കിലും ആണോ? കുടുംബശ്രീയുടെ തന്നെ. ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു 2 ലക്ഷം രൂപ ചിലവാക്കിയാണ് പഠിച്ചത്. അപ്പോൾ കുടുംബശ്രീ ഞങ്ങൾക്ക് ലോൺ തന്ന് ചെണ്ട വാങ്ങിച്ച് ഒരു
കലാകാരി കൂടിയാണല്ലേ? അപ്പോൾ സന്തോഷം പരിചയപ്പെട്ടതിൽ. ഇന്ന് മോർണിംഗ് ഷോയിൽ നമുക്കൊരു ഓട്ടോ ഡ്രൈവർ ചേച്ചിയാണ് കിട്ടിയിരിക്കുന്നത്, ഷീജ പ്രകാശ്. ചേച്ചി വെറും ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമല്ല, നല്ലൊരു കലാകാരി കൂടിയാണ്. നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം. ഷീജ ചേച്ചി നല്ലൊരു കലാകാരി കൂടിയാണെന്ന് നമ്മൾ കണ്ടു. ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്നു, കലാരംഗത്ത് മികച്ച പ്രകടനം നടത്തുന്നു, ഒരുപാട് നേട്ടങ്ങൾ കായിക രംഗത്തും ചേച്ചിയുടേതായിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കായിക രംഗത്തും പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? സ്പോർട്സിലായിരുന്നു താല്പര്യം, അതുകൊണ്ടായിരിക്കാം ഭാവിയിൽ പോലീസാകണമെന്ന് ആഗ്രഹം വന്നത്. അപ്പൊ അതൊരു വിഷമമായി കിടക്കണ്ടോ? അത് ഇപ്പോഴുണ്ട് മനസ്സിൽ വിഷമം, പിന്നെ കാക്കി ഇടണത് കൊണ്ട് ഒരു സന്തോഷം. എങ്ങനെ ഇപ്പം നമ്മൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പം സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും ഇന്നൊരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഇത്തരമൊരു ജോലി ഓട്ടോ ഡ്രൈവർ എന്നുള്ള രീതിയിൽ അതായത് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഈ 3 വർഷത്തിനിടയിലും ഉണ്ടായിട്ടില്ല. സഹപ്രവർത്തകരാണ്, നല്ല സപ്പോർട്ടാണ്. അത് കാരണം പേടി അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇത്രയൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇല്ല. അപ്പം എങ്ങനെ മൊത്തത്തിൽ ജീവിത രീതികളൊക്കെ എങ്ങനെ? രാവിലെ വീട്ടിൽ നിന്ന് ഓട്ടോ ആയി മുറ്റത്ത് ഇറങ്ങുമ്പോൾ വീട്ടിലെ സ്വാഭാവികമായിട്ടും സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരുപാട്, വീട്ടമ്മ എന്നുള്ള രീതിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട്. അപ്പം എങ്ങനെ ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നു? മോളെ രാവിലെ വിടണം, മോള് 3ാം ക്ലാസ്സിൽ പഠിക്കണം. മോളെ വിട്ടിട്ട് വേണം, പിന്നെ എനിക്ക് അപ്പോൾ സ്കൂൾ ട്രിപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് വീട്ടിൽ ചെറിയ ജോലികൾ ചെയ്യും. 7 മണി വരെ ഓടിക്കും. പിന്നെ ഇങ്ങനെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എത്രമാത്രം? ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്, കുഴപ്പമില്ല. ശിങ്കാരി മേളത്തിന് പോണേനും കുഴപ്പമില്ല, ഓട്ടോ ഓടിക്കണേ. ചേച്ചിയുടെ ശിങ്കാരി മേളം ഗ്രൂപ്പ് അത്യാവശ്യം നല്ല എറണാകുളം ജില്ലയിൽ നല്ല പ്രശസ്തി ആയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരം തേടിയെത്തിയിട്ടുണ്ട്? കുടുംബശ്രീയുടെ ലേബലിൽ ഞങ്ങൾ പരിപാടി നടത്തണ 7 വർഷമായി. ഈ 7 വർഷം കൊണ്ട് ഞങ്ങൾക്ക് നല്ല സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവരും വിളിക്കും പ്രോഗ്രാമിന്. ഓണം സീസണിലാണ് ഞങ്ങൾക്ക് കൂടുതൽ പരിപാടി കിട്ടുന്നത്. സാധാരണക്കാരായ സ്ത്രീകളോട് എന്താ പറയാനുള്ളത്? സ്ത്രീകളെപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അതായത് നമ്മൾക്ക് സ്വന്തമായൊരു വരുമാനമുണ്ടെങ്കിൽ ഏത് സാമ്പത്തിക ഘട്ടത്തിലും നമുക്ക് നേരിടാനുള്ള ഇതുണ്ടാവും. പിന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കാം. ഹസ്ബൻഡിൻ്റെ വരുമാനം മാത്രം പോരാ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ. കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്ന നല്ലൊരു വരുമാനമാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളും സ്വന്തമായൊരു ജോലി കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ കാലഘട്ടമാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴി അറിയാത്ത ഒരാൾ യാത്രക്കാരനായി കയറുകയാണെന്നൊക്കെ സംഭവിച്ചു കാണും ഒരു പക്ഷേ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും റിസ്ക് അനുഭവിച്ചിട്ടുണ്ടോ?
അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഈ ഫീൽഡിൽ വന്നപ്പോൾ ഒരു മാനസികമായി വളരെ സന്തോഷം തോന്നുന്നത് വിദേശ വിദ്യാർത്ഥികൾ രാജഗിരി കുസാറ്റ് അവിടെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ സ്റ്റാൻഡിൽ വന്ന് എൻ്റെ വണ്ടി കയറുമ്പോൾ അപ്പോഴായിരിക്കും ഞാൻ അയ്യോ വനിതയാണല്ലോ ഓട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയും ചേച്ചി ആദ്യമായിട്ടാണ് ഞങ്ങളൊരു വനിതയുടെ ഓട്ടോ കയറിയേക്കണം, ഞങ്ങൾക്ക് സെൽഫി എടുക്കണം എന്ന് പറയും. അപ്പോൾ അവരായിട്ട് സെൽഫി എടുക്കുക. അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ ഫീൽഡിൽ വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം അംഗീകാരം കിട്ടിയത്. അപ്പം തന്നെ ഞാൻ ഓർക്കും നമ്മളിത് വന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ അവർ ഇതാണ് വ്യത്യസ്ത നിലകളിൽ നിന്ന ആളുകളായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റണം. ഇന്നിപ്പോൾ രാവിലെ കുസാറ്റിലൊരു സ്വീകരണം ഉണ്ടായി. അപ്പം ഞങ്ങൾ 5 വനിതകളെയാണ് വിളിച്ച്. ആ മറ്റുള്ള 4 സ്ത്രീകളെ പറ്റി ഞാൻ പേപ്പറിൽ വായിച്ചുള്ള അനുഭവമുള്ളൂ. അപ്പോൾ അവരെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരിൽ ഒരാളായി അംഗീകരിക്കപ്പെടുന്നതിൻ്റെ സന്തോഷം. സ്വന്തമായി ഓട്ടോ ഓടിച്ച് വരുമാനം കണ്ടെത്തുന്നു. ഇടവേളകളിൽ ശിങ്കാരിമേളം ഗ്രൂപ്പ് നടത്തി ഒരുപാട് പരിപാടികൾ പങ്കെടുക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചേച്ചി. ഇത് ഷീജ ചേച്ചി സ്ത്രീകൾക്ക് നല്ലൊരു മാതൃകയാണ്. എന്താണെങ്കിലും മോർണിംഗ് ഷോയിൽ അതിഥിയായതിന് വളരെയധികം നന്ദി. താങ്ക് യു.